പിന്നെ സഹോദരന്മാരെ, വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഇതിലുണ്ട്. അതായത്, എന്തിനാണ് ഈ യാസിർ ബിൻ ഹംസ റൈസിന്റെ ഫത്വ അവിടെ കൊണ്ടുവന്നിട്ടത്? ആ ഫത്വ കൊണ്ടുവന്നിടാനുള്ള ഒരു കാരണമുണ്ട്. അതായത്, കേരളത്തിലെ കാളിമാര്, സമസ്തക്കാരായ കാളിമാര്, അവർ ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ബിദ്അത്തിന്റെയും ആളുകൾ ആണെങ്കിൽ പോലും അത്തരം കാളിമാരുടെ നിലപാടിനനുസരിച്ച് നമ്മൾ മുസ്ലിമീങ്ങൾ മൊത്തം പോകണം. അവിടെ നമ്മൾ മുജാഹിദുകളെന്നോ സലഫികളെന്നോ ഹിലാൽ കമ്മിറ്റി എന്നോ ഹിലാൽ വിങ് എന്നോ ഒന്നും വേർതിരിക്കാൻ പാടില്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കാളിമാരെ പിന്തുടരണം എന്നുള്ള യാസിർ മൗലവിയുടെ വാദത്തെ ഫലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അബ്ദുൽ അസീസ് ബിൻ റൈസിന്റെ ഫത്വ അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോ ഖുബൂരികളെ അംഗീകരിക്കാം എന്നതിനുള്ള രേഖയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അബ്ദുൽ അസീസ് റയീസിനെ നിങ്ങൾ ഉദ്ധരിച്ചത് ഇതിനു വേണ്ടിയാണെങ്കിൽ അതിനേക്കാളും വലിയ മഹാന്മാരായ ഉലമാക്കന്മാര് പറഞ്ഞിട്ടുള്ള ഫത്വ നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതല്ലേ? ഞാൻ നേരത്തെ ഞാൻ വായിച്ച അർത്ഥം പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സുഡാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഫത്വ. ആ ഫത്വയിൽ അദ്ദേഹം വളരെ ഖണ്ഡിതമായി പറയുന്നുണ്ട്. എന്താണ് ചോദ്യം? ചോദ്യം തന്നെ, ഹൽ യജൂസുൽ ഇഅ്തിമാദു അല ഷഹാദത്തില്ലതി തഅതി ബിവാസിത്തിൽ ഖാളി അശ്ശറഈ ബിസൂഡാൻ. സുഡാനിലെ ശറഈയായ ഖാളി, ഔദ്യോഗികമായ ഖാളി ഉണ്ടോ? ഒരു രാജ്യം നിശ്ചയിക്കുന്ന ഔദ്യോഗികമായ ഖാളി മുഖേന പിന്നെ ഉണ്ടാകുന്ന സാക്ഷ്യം, അതിൽ ഏതെങ്കിലും സാക്ഷ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഖാളി പ്രഖ്യാപിക്കുക, അത് നമുക്ക് അവലംബിക്കാൻ പറ്റുമോ? എന്താണ് അവലംബിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ കാരണം, വഖദി യകൂനു ഷാഹിദു ലാ യസൂമു വലാ യുസല്ലി ഗാലിബൻ. കാഴ്ച കണ്ടവനായ വ്യക്തി നോമ്പ് വെക്കുന്നവനല്ല, അല്ലെങ്കിൽ അധികം നിസ്കരിക്കുന്ന ആളല്ല, പിന്നെ ലാ യുസല്ലി നിസ്കരിക്കുന്നവനല്ല. വഗാലിബൻ ലാ യഖ്റു മിന ദുആഇൽ അശ്ഖാസി. അല്ലാഹു അല്ലാത്ത മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അയാൾ ഒഴിവല്ല. വഅ്തിഖാദുഹു ഫീഹിം. അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്നവരെ കുറിച്ച് അയാൾക്ക് വിശ്വാസമുണ്ട്. എന്ത്? ഫീഹിം ജൽബുൽ മൻഫഅതി ഔ ദഫിൽ മളററി. നമുക്ക് ഉപദ്രവവും ഉപകാരവും ചെയ്യാൻ ഉണ്ടാക്കി തരാൻ കഴിയുന്നവരാണ് ഈ പ്രാർത്ഥിക്കപ്പെടുന്നവർ എന്ന് വിശ്വാസമുണ്ട്. അത്തരം ആളുകൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന പക്ക ഖുറാഫികൾ, ബിദ്അത്തുകാരായ ശിർക്കും ബിദ്അത്തും ചെയ്യുന്ന ഇത്തരം ആളുകൾ, അതേ സമാനമായ സുഡാനിലുള്ള ആളുകൾ അവരുടെ സാക്ഷ്യം അംഗീകരിച്ചുകൊണ്ട് ഒരു ശറഈയായ ഖാളി വിധിച്ചാൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നോമ്പും പെരുന്നാളും ആകാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിനുള്ള വ്യക്തമായ മറുപടി ശൈഖ് കൊടുക്കുന്നുണ്ട്. എന്താ ചോദ്യം? അമ്മൽ ഇഅ്തിമാദു അല ഷഹാദത്തില്ലതി തഅതി മിനൽ ഖാളി ശറഈ ബിസൂദാൻ. സുഡാനിലെ ശറഈയായ ഖാളിയിൽ നിന്നും ഉണ്ടാകുന്ന സാക്ഷ്യത്തെ അവലംബിക്കൽ, അടിസ്ഥാനപ്പെടുത്തൽ ഏത് സന്ദർഭത്തിൽ? വഖദി യജൂസു അൻ യകൂന ഷാഹിദു ഫാസിഖൻ. അത് കണ്ടവനായ ആൾ ഒരുപക്ഷെ ഫാസിക്കാകാം. ഔ കാഫിറൻ, അല്ലെങ്കിൽ കാഫിറാകാം. ലിതർക്കിഹി സ്വലാത്ത, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണല്ലോ, ആ നിലയ്ക്ക് കാഫിറാകാം. ഔ ദുആഇൽ അംവാത്, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നവനാകാം. അബിൽ ഇസ്തിഗാസത്തി ബിഹിം, അവരോട് സഹായം തേടുന്നവനാകാം. ബനഹുദാലിക, അതേപോലെയുള്ള ശിർക്കും കുഫറും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ സാക്ഷ്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിധി പറയുന്ന ഖാദിയെ അംഗീകരിക്കാൻ പറ്റുമെന്നല്ലേ നിങ്ങളെ ചോദ്യം? ഫൽ ജവാബു, അതിനുള്ള ഉത്തരം എന്താ? അൻ യുഖാല ഇന്ന ശർത്ത ഖബൂലി ശഹാദ ഫീ ഹാദാ. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഷഹാദത്തിന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നതിനുള്ള ഷർത്ത് എന്താണെന്ന് വെച്ചാൽ, ഇക്കാര്യത്തിൽ മാത്രമല്ല വഗൈരിഹി, മറ്റുള്ള കാര്യത്തിലും ഷഹാദത്ത്, ഒരാളുടെ സാക്ഷ്യം സ്വീകരിക്കുക എന്ന് പറയുന്ന വിഷയത്തിലുള്ള നിബന്ധന ഇതിലാകട്ടെ, മാസപ്പുരയുടെ കാര്യത്തിലാകട്ടെ അല്ലാത്ത കാര്യത്തിലാകട്ടെ, എന്താണ്? അൻ യകൂന ഷാഹിദു മുസ്ലിമൻ അദ്ലൻ. മുസ്ലിമും അദ്ലുമായിരിക്കണം, നീതിമാനായ ഒരു മുസ്ലിം ആയിരിക്കണം എന്നതാണ് അടിസ്ഥാന നിയമം. മുസ്ലിം ആയിരിക്കണം. മുസ്ലിം അല്ലാത്തവനെ സ്വീകരിക്കാൻ പറ്റൂല. ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ അവൻ മുസ്ലിം ആകൂല, ഇസ്ലാമെന്ന് പുറത്തു പോയവനായി അവൻ. ഫൈദാ കാനൽ ഖാദി സാഹിബു തൗഹീദിൻ. ഇനി പറയുന്നത് എന്താ അറിയോ? ഒരു പിന്നെ വൈദാ കാനൽ ഖാദി സാഹിബ തൗഹീദിൻ, തൗഹീദ് ഉള്ളവനാണ് എങ്കിൽ, ഖാദി ഒരു തൗഹീദ് ഉള്ളവനാണെങ്കിൽ, വസുന്നത്തിൻ, സുന്നത്തുമുള്ളവനാണെങ്കിൽ, വയഹ്തമി ബിശഹാദത്തി, സാക്ഷ്യം അയാൾ പരിഗണിക്കും, വയഅ്തനി ബിശുഹൂദി വലാ യഖ്ബലു ഇല്ലൽ അദൂല,
അതിലുകളായ നീതിമാന്മാരായവരിൽ നിന്നുള്ള സാക്ഷ്യമല്ലാതെ അങ്ങനെയുള്ള ആൾക്കാർ സ്വീകരിക്കൂല. അങ്ങനെയുള്ള ആൾക്കാര് തൗഹീദും സുന്നത്തുമുള്ള ഒരാള് സാക്ഷ്യം സ്വീകരിക്കുമ്പോ ഇങ്ങനെയുള്ള നല്ലവരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വജബഅ്തിമാദുമാ അയാളിൽ നിന്നുണ്ടാകുന്ന അത്തരം ഖാദിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. മനസ്സിലായോ? വ്യക്തമായ മറുപടിയാണ്. അപ്പൊ ഒരു ഖാദിയാകാൻ ഉണ്ടാകേണ്ട വ്യവസ്ഥയിൽ അയാൾ തൗഹീദുള്ളവനായിരിക്കണം എന്ന് വ്യക്തമാക്കി ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. ഈ ഷെയ്ഖിന്റെ വർത്തമാനം നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നും അബ്ദുൽ അസീസ് റയീസിന്റേതാണ് നിങ്ങൾക്ക് സ്വീകാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയാ മുന്തിക്കുന്നത്? ഓരോരോ ഉസൂലുണ്ടാവുമല്ലോ, പ്രബലന്മാരും പ്രബലന്മാരല്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പൊ ഒരാൾ സ്വീകരിക്കുന്നതിനൊക്കെ അതിൻ്റെതായ ഉസൂലില്ല. ഈ ഉസൂല് വെച്ചുകൊണ്ട് ഷെയ്ഖ് ബിൻ ബാസിനെ നിങ്ങൾ തള്ളുകയും അബ്ദുൽ അസീസ് റയീസിനെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ത്? ഇതൊക്കെ നിങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇൽമുണ്ട് എങ്കിൽ. അല്ല ഉൽമുണ്ടാക്കാൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ പിന്നെ അതൊന്നും വിശദീകരിക്കേണ്ട യാതൊരു സംഗതിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അമ്മാ ഇദാകാന ബിഖിലാഫി ദാലിക ഫലൈസ അലാ ഇസ്ബാത്തിഹി അമലുൻ. ഈ പറഞ്ഞ വ്യവസ്ഥകളൊന്നും പാലിക്കാത്ത ഒരു ഖാദിയാണ് എങ്കിൽ അയാൾ സ്ഥിരീകരിച്ച മാസം നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അയാളുടെ സാക്ഷ്യവും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. പിന്നെ എന്താ അവിടെ ചെയ്യാനുള്ള വഴി? ഇത്തരം സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവിടെയാണ് ഷെയ്ഖിന്റെ മറുപടി, ഇവിടെ റസൂലുള്ളാഹിന്റെ വാക്ക് നമ്മൾ സ്വീകരിക്കണം. ബലിയർപ്പിക്കേണ്ട പെരുന്നാള് നിങ്ങൾ ബലിയർപ്പിക്കുന്ന പെരുന്നാൾ കഴിക്കുമ്പോഴാണ്. ചെറിയ പെരുന്നാൾ നിങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ്. നിങ്ങൾ നോമ്പ് വെൽക്കുമ്പോഴാണ് നോമ്പ് വെൽക്കേണ്ടത്. എന്ന് വെച്ചാൽ നാട്ടിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ എന്ന് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ അത് കൂടിക്കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഖാദി ഉറപ്പിച്ചില്ല നിങ്ങൾ നോക്കണ്ട. നാട്ടിൽ എപ്പോഴാണ് ഉണ്ടാണ് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യല്ലാതെ വേറെ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങളത് ചെയ്താൽ മതി. ആ ചെയ്യുന്നത് ഖാദിയുടെ തീരുമാനപ്രകാരം അല്ല, നാട്ടിലെ ജനങ്ങൾ എന്ന് നടത്തുന്നു അതിനനുസരിച്ച് നിങ്ങൾ കൂടിക്കൊടുക്കുക. ഇതാണ് ചെയ്യുന്നത് അവിടെ. കാരണം എന്താ? അവിടെ ശറയ്യായ ഖാദിയുണ്ട്, അവിടെ ഇസ്ലാമികമായ ഭരണമുണ്ട്, മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളാണ്. അങ്ങനെയുള്ള ഔദ്യോഗിക സ്വഭാവമുള്ള സ്ഥലത്താണെങ്കിൽ പോലും വിധി പറയുന്ന ഖാദി തൗഹീദുള്ളവനല്ലാത്തെങ്കിൽ, സുന്നത്തില്ലാത്തവനാണ് എങ്കിൽ, അയാൾ ഇത്തരം സാക്ഷ്യമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അയാളെ നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. പക്ഷെ അവിടെ ഔദ്യോഗിക സ്വഭാവം ഉള്ളത് കൊണ്ട് ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു കൊള്ളുക. എത്ര കൃത്യമായ മറുപടിയാണ്! അവിടെ ഒരു ഖിലാഫ് ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ്. അപ്പൊ യാസിർ മൗലവിക്കുള്ള വ്യക്തമായ മറുപടി ഷെയ്ഖ് ബിൻ ബാസ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ നിലപാടുകാരാണ്. ഈ നിലപാട് തെറ്റാണെങ്കിൽ റയീസിന്റെ നിലപാടാണ് ശരിയെങ്കിൽ അത് നിങ്ങൾ വ്യക്തമാക്കണം. റയീസും പറഞ്ഞിട്ടില്ല, അത് വേറെ ഞാൻ വിശദീകരിച്ചു തരാം.